നമസ്കാരം, ഞാൻ ശ്രുതി. ഇന്ത്യൻ വാർത്താ ചാനൽ ഒരു പുതിയ സെഗ്മെൻറ്റുമായി നിങ്ങളിലേക്ക് എത്തുകയാണ്. നന്മയുടെയും നല്ല ആശയങ്ങളുടെയും കിരണങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഡാർക്ക് സ്പാർക്ക്. ഏവർക്കും സ്വാഗതം. ഒരുപാട് ബഹളങ്ങളുടെയും നെഗറ്റിവിറ്റിയുടെയും ഒക്കെ ഈ ലോകത്ത് കുറച്ച് നല്ല ആശയങ്ങളും ചിന്തകളുമായി നമ്മോടൊപ്പം ചേരുന്നത് പ്രമുഖ ട്രെയിനർ, കോച്ച്, മെൻറ്റർ എല്ലാമായ അശോക് ദാസ് സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം. സാറിന് എനിക്ക് പരിചയം ഞാൻ 10ൽ പഠിക്കുമ്പോഴാണ്, അല്ലേ സാർ? അന്ന് SSLC 10ാം ക്ലാസ്സാണ് നമ്മുടെ നിർണായകമായ ഒരു ഘട്ടം. അന്ന് ഞങ്ങളുടെ സ്കൂളിൽ ഒരു ട്രെയിനിങ് സെഷൻ വെച്ചു, നമ്മളെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാനും ഇനി ഭാവിയിൽ എന്താകണം അത്തരത്തിലുള്ള ഒരു മോട്ടിവേഷനൊക്കെ നൽകാൻ വേണ്ടിയാണ് അശോക് ദാസ് സാറ് നമ്മുടെ സ്കൂളിലെത്തുന്നത്. അന്ന് മുതലുള്ള ഒരു പരിചയമാണ്. പിന്നീട് ഇങ്ങോട്ട് ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും ഒരുപാട് ആശയങ്ങളും സപ്പോർട്ടും, ഒപ്പം എന്തെങ്കിലും ഒരു നിർണായക ഘട്ടം വരുമ്പോൾ, ഒരു ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആശയപരമായ ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ സമീപിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ശരിക്കും പറഞ്ഞാൽ 30ഓളം വർഷമായി ഒരുപാട് പേരെ, ആയിരക്കണക്കിന് ആളുകളെ ഇപ്പോഴും ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. മെൻറ്ററാണ് എന്ന് പറഞ്ഞല്ലോ. MSMEക്ക് വേണ്ടിയൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ അദ്ദേഹം ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ തീർച്ചയായും നിങ്ങളെ പരിചയപ്പെടുത്തണം, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന ഒരു ആഗ്രഹമാണ് നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ കാരണം. സർ സ്വാഗതം. എന്താണ് ഈ അവസരത്തിൽ സാറിന് ആദ്യമായി പറയാനുള്ളത്? ഇത് നമ്മൾ ചൂസ് ചെയ്ത ഈ ഡാർക്ക് സ്പാർക്ക് എന്നുള്ള പേരുണ്ടല്ലോ, അത് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇരുണ്ട സ്ഥലങ്ങളിൽ നിന്ന് നല്ല കിരണങ്ങൾ സ്ഫുരണം ചെയ്ത് പുറത്തു വരിക. നമ്മുടെയൊക്കെ ഉള്ളിൽ നല്ല നല്ല സാധനങ്ങൾ കിട്ടുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നും ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ തനിയാണ്, എനിക്ക് ആരുമില്ല, എൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് മാത്രമേ അറിയൂ, മറ്റവർക്കൊന്നും മനസ്സിലാവില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ അതങ്ങനെയൊന്നുമല്ല. ലോകത്ത് എല്ലാവർക്കും എല്ലാതും പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല അതിന് ഓറ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു എറ്റേണൽ ആയിട്ടുള്ള പവർ എന്ന് പറയാം, സ്പിരിറ്റ് എന്നൊക്കെ പറയാം. അതാണ് ഈ സ്പാർക്ക് എന്ന് പറയുന്ന സാധനം. ഒരു പക്ഷേ നമ്മൾ തമ്മിലുണ്ടാവാൻ പോകുന്ന ത്രെഡ്, ഇപ്പോൾ ശ്രുതി പറഞ്ഞല്ലോ 30 years, ശ്രുതി 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 20 വർഷം 22 വർഷം മുമ്പ് നമ്മൾ കണ്ട ശേഷം ഒരിക്കലും നമ്മൾ അന്ന് അറിയില്ല, നമ്മൾ പിന്നീട് കാണേണ്ടി വരും, അടുത്ത സ്റ്റെപ്പിൽ കാണും, സംസാരിക്കുന്നതാണ് അറിയില്ല. പല കുട്ടികളും വളർന്ന് വലുതായി നല്ല സ്ഥലത്ത് എത്തുമ്പോഴാണ് കടന്നു വന്ന വഴികളിൽ അവർ ഫേസ് ചെയ്ത ഡാർക്കർ പാർട്ടിനെ നന്നായി സ്പിരിറ്റ് ചെയ്യാൻ, സ്പാർക്കിൾ ചെയ്യാൻ പലപ്പോഴും പലരും കൊടുത്ത ചില നല്ല വാക്കുകളിലൂടെ ആയിരിക്കും അവർ വളർന്നു വന്നിട്ടുണ്ടാവുക. ഒരുപക്ഷെ എൻ്റെ വാക്കും അതിൽ കിടക്കുന്നുണ്ടാവാം. ശ്രുതി അതുകൊണ്ടാണല്ലോ പറഞ്ഞു പല ഘട്ടങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും സംസാരിക്കാനും പറ്റിയുള്ളത്. അത് ഇനിയുള്ള തലമുറയ്ക്കും കൂടി പറ്റട്ടെ, ശ്രുതിയിലൂടെ പറ്റട്ടെ, നിങ്ങളുടെ സംരംഭത്തിലൂടെ പറ്റട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഈ ഡാർക്ക് സ്പാർക്കിന് എൻ്റെ എല്ലാ വിശ്വാസവും. സാർ പറഞ്ഞതുപോലെ നമ്മൾ ഇനി അങ്ങോട്ട് ഡാർക്ക് സ്പാർക്കുമായി മുന്നോട്ട് പോവുകയാണ്. എല്ലാ ആഴ്ചയും നമ്മൾ ഓരോ എപ്പിസോഡായി സാറിൻ്റെ ആശയങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചിന്തകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കും. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിലൊരു ക്ലാരിറ്റി വേണമെങ്കിൽ കമൻറ്റായി നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുള്ള മറുപടിയുമായി നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. എന്തായാലും സാർ നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മൾ ഏതൊരു ടോപ്പിക്കാണ് സാർ ആദ്യമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യുന്നത്? റീസെൻ്റ്ലി വായിച്ചൊരു ബുക്ക്. പലരും ചോദിക്കാറുണ്ട് ഇനി എന്താ ചെയ്യുക, 60 വയസ്സൊക്കെ കഴിഞ്ഞില്ലേ അശോകൻ, ഇനി എന്ത് ചെയ്യും? അപ്പോൾ ഞാനും ആലോചിക്കാറൊക്കെ ഉണ്ട്. പ്രായം കൂടുന്നു, പരിമിതികൾ വരുന്നു, ഫിസിക്കൽ കണ്ടീഷൻസ്, ഇമോഷണൽ കണ്ടീഷൻസ്, ഇപ്പോൾ പേരക്കുട്ടിയായി, അപ്പോൾ ഇമോഷണൽ കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ ഇൻ്റലക്ച്വൽ പാർട്ട് നമ്മൾക്ക് കുറച്ച് സെക്കൻഡറി ലെവലിലേക്ക് മാറ്റി വയ്ക്കും. അപ്പോൾ ചില ബുക്സൊക്കെ വായിക്കുമ്പോൾ ഇൻസ്പിറേഷനൊക്കെ എനിക്കും തോന്നാറുണ്ട്. അപ്പോൾ അതിൽ റീസെൻ്റ്ലി വായിച്ചൊരു ബുക്കിൽ കണ്ട ഒരു വാക്ക്, ഇഫ് യു ആർ നോട്ട് ഫസ്റ്റ് യു വിൽ ബി ദ ലാസ്റ്റ് എന്നൊരു വാക്ക് കണ്ടു. എനിക്ക് തോന്നുന്നു അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ അതിലൊരുപാട് സന്ദേശങ്ങളുണ്ട്. നിങ്ങൾ ഒന്നാമനല്ലെങ്കിൽ നിങ്ങൾ അവസാനത്തിലാവും എന്നുള്ള സംഭവം. ഇന്ന് ലോകത്ത് കോമ്പറ്റീഷൻ നിലനിൽക്കുന്നു. സമസ്ത മേഖലകളിലും മത്സരം നേരിടുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കതിനെ നേരിടണമെങ്കിൽ ഒന്നാമനാവുക തന്നെ വേണം. അത് സ്വന്തം കഴിവിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടായിരിക്കണം. ഇപ്പോൾ ഈ ഒരു സീരീസ് ഓഫ് ഇതിൻ്റെ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ സംസാരം നമ്മൾ കൊണ്ടുപോകേണ്ടത് എനിക്ക് തോന്നുന്നു ഭാവി തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്ന നല്ല വഴികൾ, ഊർജ്ജസ്വലമായ രീതിയിൽ അവരെ പരിപോഷിപ്പിക്കാൻ പറ്റുന്ന നല്ല വാക്കുകൾ, അതുപോലെ അവർക്ക് എടുത്തു കൊണ്ടുപോയി പ്രയോഗിക്കാൻ പറ്റുന്ന നല്ല ടിപ്സൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സെഗ്മെൻ്റാക്കി ഇതിനെ മാറ്റണം എന്നാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായും സർ. അപ്പോൾ എന്തായാലും ഇനിയുള്ള എപ്പിസോഡുകളിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ ചിന്തകളിലൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കും. എല്ലാവരും തീർച്ചയായും കാണുക. ഇത്തരം നല്ല ആശയങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നല്ല വീഡിയോകൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.